ഈ പറയുന്ന പോലീസുകാർ കുടിക്കത്തില്ലേ? ഈ മദ്യം ഇവിടെ വിൽക്കുന്നത് ആരാണ്? ഇവിടത്തെ നിയമം തന്നെ വിൽക്കുന്നത് ഗവൺമെന്റ് ആണ് ഇവിടെ വിൽക്കുന്നത്. അത് ഈ പറയുന്ന എല്ലാ ആൾക്കാരും യൂസ് ചെയ്യുന്ന സാധനമാണ്. അല്ലാതെ കുറെ കമന്റ്സ് ഞാൻ കാണുന്നുണ്ട്, അവര് വണ്ടി നിർത്താതെ പോയത് അവർക്ക് എന്തോ കള്ളത്തരം ഉള്ളത് കൊണ്ടാണ്, അങ്ങനെ ഇങ്ങനെ. എന്ത് കള്ളത്തരം? നിങ്ങൾ കണ്ടോണ്ടിരിക്കണ പറയുന്ന അനാവശ്യങ്ങൾക്ക് പരിധിയുണ്ട്. ഇപ്പൊ കുറെ പേര് വീഡിയോസ് ഒക്കെ ഇടുമ്പോ കുറെ ആൾക്കാർ കമന്റ്സ് ഇടുന്നുണ്ട്. ഇയാൾ പോലീസുകാർ വണ്ടി കാണിച്ചിട്ട് കൈ കാണിച്ചിട്ട് ഇവര് നിർത്തിയില്ല. അവർ കൊലക്കുറ്റമല്ല ചെയ്തത്. ഇവിടെ ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും ചെയ്യുന്നത് പോലെ മദ്യപിച്ചിരുന്നു. അപ്പൊ പോലീസ് കൈ കാണിച്ചപ്പോ പേടിച്ചിട്ടാവാം, അവരുടെ അപ്പോഴത്തെ ആ ഒരു മൈൻഡ് ആവാം, അവർ വണ്ടി നിർത്തിയില്ല. അതിന് അവരുടെ വണ്ടി നമ്പർ നോക്കിയിട്ട് അതിനുള്ള നടപടി അവരെടുക്കണമായിരുന്നു. അവരെ ചേസ് ചെയ്ത് പോയി അവരെ ഇടിച്ചിട്ട് അവരെ ഇത്ര മാരകമായിട്ട് അടിച്ചോടിച്ച് ഇവിടെ കൊണ്ടിടയല്ല പോലീസുകാർ ചെയ്യേണ്ടത്. ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു അന്വേഷണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫോർട്ട് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ എന്റെ കൊച്ചുങ്ങളുടെയും ജഡത്തിന് ഈ പോലീസുകാരും ഇവിടെയുള്ള നിയമപാലകരും ഉത്തരം പറയേണ്ടി വരും. കാരണം അത്രയ്ക്ക് ഞാൻ നൊന്താണ് പറയുന്നത്. എന്റെ വേദന എനിക്ക് മാത്രം, ഈ പറയുന്ന നാട്ടുകാർക്കോ ഈ ന്യൂസ് എടുക്കുന്ന ആൾക്കാർക്കോ ആർക്കും ചിലപ്പോ മനസ്സിലായി, ഇത് കേൾക്കുന്ന ആർക്കും മനസ്സിലായി എന്ന് വരത്തില്ല. ഇത് എന്റെ വേദനയാണ്. എനിക്ക് എന്റെ രണ്ട് കൊച്ചുങ്ങളുടെ എന്റെയും വേദനയാണ്. ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു അന്വേഷണം കിട്ടി ഈ തെറ്റ് ചെയ്തവർക്കുള്ള ശിക്ഷ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ വന്ന് ആത്മഹത്യ ചെയ്യും എന്റെ കൊച്ചുങ്ങളെ കൊണ്ട്. അതിന് ഈ ഇവിടെയുള്ള നിയമവ്യവസ്ഥകൾ ഉത്തരം തരേണ്ടി വരും. ഇതൊരു വാഹന അപകടമാണെന്നും പറഞ്ഞ് എഴുതിത്തുള്ള ഇവിടെ ആരും നിൽക്കണ്ട. അത് നടക്കൂല. ഇനി നിങ്ങൾ എന്തൊക്കെ കള്ളക്കഥകൾ മെനഞ്ഞാലും ഇതൊരു വാഹന അപകടമല്ല. ഇനി നിങ്ങൾ ഇനി ഓരോ കള്ളക്കഥകൾ ഉണ്ടാക്ക്. പോലീസുകാരുടെ സ്ഥിരം പരിപാടിയാണല്ലോ കള്ളക്കഥകൾ ഉണ്ടാക്ക്. പക്ഷെ എത്ര കള്ളക്കഥകൾ ഉണ്ടാക്കിയാലും ഇതിന് എന്തെങ്കിലും ഒരു അന്വേഷണത്തിലൂടെ ഇതിനെന്തെങ്കിലും ഒരു ഇത് കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ കിടക്കുന്നതിന് മാത്രം നിങ്ങൾ ഉത്തരം പറയില്ല. ആത്മഹത്യ ഞാൻ വെറുതെ പറയുന്നതല്ല. ഇതിന് കറക്റ്റ് ഒരു അന്വേഷണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ രണ്ട് പിഞ്ച് കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ അവിടെ വരും, വന്ന് ഞാൻ ചെയ്യേണ്ടത് ചെയ്യും. അതിനും കൂടെ ഈ മേലുദ്യോഗസ്ഥരും ഈ പറയുന്ന നിയമപാലകര് ഉത്തരം തരേണ്ടി വരും. മനസ്സിലായോ? അത്രയ്ക്ക് നൊന്താണ് ഞാൻ സംസാരിക്കുന്നത്. അത്രയ്ക്ക് നൊന്ത്. എന്റെ ഭർത്താവ് എന്റെ കൺമുന്നിൽ കിടന്ന് അയ്യോ എന്ന് കിടന്ന് ആ വേദന കൊണ്ട് പൊളയണത് ഞാൻ മാത്രമാണ് കാണുന്നത്. ഈ പറയുന്ന നാട്ടുകാരും ആരും അല്ല. ഈ ജനങ്ങൾക്കൊന്നും അറിയണ്ട, സപ്പോർട്ട് ചെയ്യണ്ട. എന്തിന്? അവരെന്തോ തെറ്റ് ചെയ്തിട്ടാണ് വണ്ടി നിർത്താതെ പോയത്. എന്ത് തെറ്റ് ചെയ്ത്? ആരെ കൊന്ന്? അല്ലെങ്കിൽ എന്ത് കഞ്ചാവ് ഒളിപ്പിച്ചോണ്ട് പോയാ? അങ്ങനെയൊന്നും ചെയ്തില്ല. ഇവിടെയുള്ള നിയമം കൊടുക്കുന്ന മദ്യം കുറച്ച് കഴിച്ചിരുന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് അവര് നിർത്തിയില്ല. ഈ പറയുന്ന ആൾക്കാരും ജനങ്ങളും പോലീസുകാരും ആരും കുടിക്കത്തില്ലേ, മദ്യപിക്കത്തില്ലേ? എല്ലാരും 100% എല്ലാരും 100% ശരിയായിട്ടുള്ളവരാണോ നമ്മുടെ ഈ സമൂഹത്തിലുള്ളത്? അതിന് എങ്കിൽ അവർ വണ്ടിയുടെ നമ്പർ എടുത്തിട്ട് അതിനുള്ള നിയമം ചെയ്യണം, പെറ്റി അടിക്കണം, അല്ലെങ്കിൽ വീട്ടിൽ വരണം. അല്ലാതെ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് ഓടിച്ച് ഇങ്ങനെ ഈ കൊല ചെയ്ത് ഇടേണ്ട കാര്യമില്ല. ഈ പറയുന്ന ഈ ചെയ്തവർക്കൊന്നും കുടുംബം ഇല്ലേ, മക്കളില്ലേ? ഇവരൊന്നും ഒരു കുടുംബത്തിലുള്ളവരല്ലേ?